ആന്റി, ഹൗ വാസ് യുവർ ട്രിപ്പ് വിത്ത് എസ് വി ട്രെയിൽസ്? ഇപ്പൊ കഴിഞ്ഞു നമ്മുടെ 4 ദിവസത്തെ ക്രാബിയും ഫുക്കേത്തും. ഇഷ്ടപ്പെട്ടു, ഏറ്റവും നല്ലതായിരുന്നു, പ്രതീക്ഷിച്ചതിലും അപ്പുറത്തായിരുന്നു. പിന്നെ നിങ്ങളുടെ കൊച്ചു കൊച്ചു പിള്ളേരുടെ കൂടെ നമ്മൾക്കൊരു യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ അപ്പൊ തിരിച്ചു വരുവോ? എന്ത് തിരിച്ച് ഡെഫിനറ്റ്ലി എത്ര ട്രിപ്സ് ചെയ്യും നമ്മുടെ കൂടെ? എത്ര വേണമെങ്കിലും, ആരോഗ്യമുള്ള അത്രയും. ഓ, എപ്പോഴും ആരോഗ്യം ഉണ്ടായിട്ടിരിക്കട്ടെ. അങ്കിൾക്ക് എങ്ങനെ തോന്നി ഈ ട്രിപ്പ്? എനിക്ക് കുറെ നാളെ നമ്മളെ തായ്ലൻഡ് വിസിറ്റ് ചെയ്യണം എന്നുള്ള മനസ്സിൽ വളരെ ആഗ്രഹമായിരുന്നു. പക്ഷെ അത് സാധിച്ചില്ല. പക്ഷെ ഇപ്പോഴ് ഞങ്ങളുടെ എസ് ബി ട്രയൽസിന്റെ ഇതൊക്കെ കണ്ടപ്പോൾ നമുക്കൊരു വല്ലാത്തൊരു ഇത് തോന്നി. ഏതായാലും ഒരു ട്രിപ്പ് നോക്കാമെന്നുണ്ട്. അപ്പോൾ വളരെ എൻജോയ് ടു മച്ച്. താങ്ക് യു. ഞങ്ങൾക്ക് വേണ്ടിട്ട് എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടോ? ഫീഡ്ബാക്ക് അങ്ങനെ പറയാം. എല്ലാവരും പറഞ്ഞ പോലെ ഈ ബോട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു സംഭവത്തില് എന്നെ സംബന്ധിച്ച് ഞാൻ എങ്ങനെയെങ്കിലും കയറി പറ്റും. പക്ഷെ കുറെ പേർക്ക് ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കുറച്ച് നേരത്തെ കാലത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ വേറെ ഒന്നും പറയാനില്ല. ഭക്ഷണത്തിന്റെ കാര്യത്തിലും പിന്നെ നീന്തുന്നതിൽ ഉള്ള കടലിൽ മുഴുവൻ കയറി ഇറങ്ങിയിട്ട് എല്ലാം ചെയ്തായിരുന്നു. പിന്നെ അതുകൊണ്ട് കണ്ടാലും മതിയാവാത്ത ഒരുപാട് സ്ഥലം, സീനറി. എല്ലാരും കൂടി ഒന്നിച്ച് ചെയ്യുമ്പോ ഒരു എനർജി ഡിഫറൻസ് ഉണ്ടോ? ഒന്നും അറിഞ്ഞില്ല, അസുഖം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് തോന്നിയില്ല ഇത് സീനിയർ ട്രിപ്പ് ആണെന്ന്. നിങ്ങളുടെ എനർജി കാണുമ്പോ ഞങ്ങൾക്ക് എനർജി വരും. അത് തന്നെയായിരുന്നു സംഭവിച്ചത്. ഇപ്പോഴും രാവിലെ തൊട്ട് കടൽ വെള്ളത്തിൽ തന്നെയായിരുന്നു നമ്മള്. പക്ഷെ ഒന്നും ഒരു പ്രശ്നം ഉണ്ടായില്ല. ഇപ്പോഴും എൻജോയ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോഴും പുറത്തു പോകണം. യെസ്, ഹാപ്പി ഡിന്നർ. സീ യു സൂൺ.